ഓക്കെ ഗായ്സ്, ഡേ 2. നമ്മളിപ്പോൾ അവിടെ ഒരു 110 രൂപ നമ്മൾ എൻട്രി ഫീ കൊടുത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ വരുന്നു വാങ്ങിച്ചാടാ? വണ്ടി നിർത്തണ മതി. ഇതാണ് ഗുണാക്കേ. ഇതൊന്നല്ല ഗുണാക്കി ഉണ്ടാക്കി അവന്നെ കളിയാക്കുന്നു ഗൈസ്. കാണുന്നുണ്ട്. ഇവിടെ നിർത്തിക്കോ, നമുക്ക് നടക്കാം. അങ്ങനെ നമ്മളിത് ഗുണാക്കേവ് ലക്ഷ്യമാക്കി ഇറങ്ങിയതാണ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളൊന്ന് ഇവിടുന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. എന്താ വേണ്ടി കഴിക്കാന്? ഇഡ്ഡലി, ദോശ, വട, എന്തിൽസ് ഇവിടെ വന്നേ പിന്നെ ഏത് സമയത്ത് എന്ത് വേണമെന്ന് ചോദിച്ചാലും ന്യൂഡിൽസ് അത് ഇന്നലെ ചോദിച്ച സാധനം കഴിക്കണോ? ഏറെ കണ്ണടാ. നമ്മള് ഫുഡ് കഴിക്കാനുള്ള ലൈറ്റ് ആയിട്ടോ ഫുഡ് കഴിക്കും. ஆனா இது வந்து இந்த குணாக்கு பேக் சைடு தானே? இது பில்லர் தானே? இது பில்லர். ஆ குணாக்கு வாங்குறது ஃபைல் பார்ஸ் யா வால்பலாம். இப்ப கோட இருக்காதா இந்த கிளைமேட்ல? கோட இப்ப கோடராണ്. മഴ വന്നില്ല. ഇവിടെ വരുമ്പോ ആരും ഇങ്ങനെയുള്ള ഫുഡൊന്നും മാക്സിമം കഴിക്കാറില്ല. ഭയങ്കര വെയിലത്ത് എന്നോ വെച്ചിരിക്കുന്ന സംഭവം. നല്ല നാല് വാങ്ങിച്ച് കഴിച്ച് വയറ് കേടുവരുത്താതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൂഡിൽസ് എല്ലാം കഴിച്ചിട്ട് നേരെ ഗുണാക്കേവിൻ്റെ എന്താ പറഞ്ഞു സ്വീറ്റ് കോൺ അവിടെ നിന്ന് മേടിക്കാം. മേടിച്ച ഇത് പുറത്തു മേടിക്കാം. നല്ല കോടിറങ്ങിയ സമയം കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഗുണാക്കേവിൻ്റെ ബാക്ക് സൈഡില്ലേ, അതിൻ്റെ പില്ലറെന്ന് പറയും വരും, അതാണ് ഈ സ്ഥലം. ഇതൊക്കെ ആൾക്കാർ ഒരുപാട് ഫോട്ടോ എടുക്കി വരുന്നു. അവിടെ എത്തിയാ? ഫോട്ടോ എടുക്കണോ? നമ്മള് ഫോട്ടോസൊക്കെ എടുത്ത് പോവാണ്. ഒരുപാട് ഇത് അത്ര വലിയ സ്ഥലമൊന്നുമല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത് പോവാം. ఇన్ని రోజులు అవ్వంటాని వాళ్ళు ఒక్కరోజు നമ്മള് ഇവിടെ നേരെ തിരിക്കാൻ വേണ്ടി പോവാണ്. ആര്? ഓ നൈസ്. മലയാളീസ് കുറവാട്ടോ ഗൈസ്, മലയാളീസ് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും വന്നതുപോലെ ഇത്രയും സമയത്തിനുള്ളിൽ വളരെ ചുരുക്കം മാത്രം മലയാളീസ് കണ്ടിട്ടുള്ളൂ. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കോടമഞ്ഞ് ക്ലൈമറ്റ് അങ്ങനത്തെ വൈബൊന്നും അല്ല. അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളൊക്കെ തുറക്കുന്ന തിരക്കില്ല കേട്ടോ. സീ ഗായ്സ്, കള്ളുടിയിട്ട് നമുക്ക് അങ്ങനത്തെ ഓളം ഞാൻ കിട്ടിയ ഗൈസ്. വണ്ടി വരാം.
മഞ്ഞുമൽ ബോയ്സ് സിനിമ ഉണ്ടോ? ആ ഉണ്ടോ? ബ്രീതിങ് ഇഷ്യൂ ഇല്ലേ? ചെറുതായിട്ട്. മതിട്ടാ സിസ്മായി. എങ്ങനുണ്ട് ഗുണാക്ക? എങ്ങനുണ്ട്? നൈസ്. നൈസായി. രസമുണ്ടോ? നമുക്ക് ഇതിലൂടെ കയറാലോ. എന്താ പിടിക്കണേ? കുരങ്ങനാ മേലെ ഫുള്ള് കുരങ്ങന്മാരാ. മേലെ കുരങ്ങൻ, താഴെ കുരങ്ങെത്തി. തലന്റെ മേലടാ. അത് മേത്തേക്കും ചാടില്ല. വാ ഇന്നോട് പോരെ. ഞാൻ പറഞ്ഞു ഇന്നോട് പോയി പേടിക്കണ്ട. അടുത്തേക്ക് പോണ്ട. കുഴി നോക്കി നോക്ക്. കേറിയോ? ഗുഹ താഴത്തേക്ക് പോണ നോക്കി. ഗുഹ താഴത്തേക്ക് പോകുന്നു ഫുള്ളായിട്ട് ഹൈറ്റ്. ചുട്ടു മേത്തേക്ക് കയറുമ്പോ മനസ്സാവും. ഇതൊക്കെ ഗുഹടി. പക്ഷെ നീ അതിന്റെ മേൽ കൂടെ എന്തിനു കേറുന്നേ? പോണായിരുന്നു. എനിക്ക് ഇഷ്ടാവൂലേ? കേട്ടിണ്ടേ? ഈ ടെന്റ് പണ്ട് ഓപ്പൺ ആയിരുന്നു കേട്ടോ. നമുക്ക് മേലിന് ഭയങ്കര വ്യൂ അല്ലേ. ഇതിന് നോക്കാറാണ് പണ്ട് തല്ലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ക്ലോസ് ചെയ്തു. പൈസ നമ്മളങ്ങനെ ഇതിനൊക്കെ ഫൈനൽ വ്യൂവിലേക്ക് വന്നിരിക്കുകയാണ്. ഫൈനൽ ഇതിന്റെ താഴത്താണ് ആ ഷൂട്ടിങ്, ഗുഹ സംഭവങ്ങളൊക്കെ താഴത്താണ്. സിനിമ ഇറങ്ങി പിന്നെ തമിഴന്മാരൊക്കെ സുഭാഷിനാരും പറയണ്ട കേട്ടോ. കുട്ടിക്കുറങ്ങി ഇവിടെ നോക്കിട്ട് കുട്ടിക്കുറങ്ങുന്ന ചെക്കൻ ഇങ്ങ വാങ്ങോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഗുണാക്കിയെന്ന് യാത്ര പറയാണ് ഗൈസ്. ഇപ്പം അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇവിടെ എത്ര ഞാനാ സമയം എത്രയാടാ? 11:45 സമയത്തൂടെ കോട ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഒന്നുമില്ല കേട്ടോ. മീൻസ് കോടയും കാര്യങ്ങളൊന്നുമില്ല. തണുപ്പുണ്ടായിരുന്നു, ഇതിനൊക്കെ തണുപ്പുണ്ടായിരുന്നു. പക്ഷേ കോടയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് പൈൻ ഫോറസ്റ്റ് കാണുന്നത്. പക്ഷെ നമ്മളവിടെ കയറുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് പോയതുകൊണ്ടും അവിടെ ഒരു ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് നമ്മളവിടെ കയറുന്നില്ല. നമ്മളിനി അടുത്തത് പോകുന്നത് കൂക്കൽ ലേക്കാണ്. കൂക്കൽ ലേക്കൊക്കെ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യുന്നു. ഇത് ഞാൻ വേറൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് നേരെ പൊണ്ടി ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ബാർ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് നമ്മൾ റൈറ്റ്സിലൊക്കെ കാണുന്നത് ആ ഒരു മീൻസ് ഇവിടെ മൊത്തം ഇങ്ങനത്തെ ആളുകളാണ്. അത്രയും പാവപ്പെട്ട ആളുകൾ തോന്നുന്നു. തിക്കി തേങ്ങി ഗ്രാമപ്രദേശമാണ് ഇവിടെ. പക്ഷേ ആൾക്കാർ ചെയ്യുന്നതൊക്കെ വേറെ കടകളൊക്കെ ഇതുവരെ പഴയതാണ് അറിയാം. പഴയ വണ്ടിയോട് നമ്മൾ തിരിക്കുന്ന നമ്മൾ കഴിഞ്ഞിവിടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞ് നടക്കണമോ. ഇതിൽ ഈ കാണുന്നതാണ് കേട്ടോ കഴിച്ച പോണ്ടി ഗ്രാമം എന്നൊക്കെ പറയുന്നത് നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട്. ഇത് ശരിക്കൊരു ഭയങ്കര ഉള്ള ഏരിയയാണ്. നമുക്കിതിലൊരു പരിധി വരെയാണ് നമ്മുടെ വാഹനം പോകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി സൈഡാക്കി നടന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ റീൽസിൽ കാണുന്നത് കണ്ടിട്ട് കോടയാണ് മഞ്ഞാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കൊടൈക്കനാലിലേക്ക് വരണ്ട. ഇത് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ ക്ലൈമറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസത്തെ രീതി അനുസരിച്ചിരിക്കും. ഓക്കെ,
ഇതൊരു 1.5 മുതലായിട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് മറയൂർ, മൂന്നാർ, പൊള്ളാച്ചി, മറയൂർ ഫോറസ്റ്റ് വഴി മൂന്നാർ ടച്ച് ആവുന്നൊരു റൂട്ടാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ നിന്നാണ് ഞങ്ങൾ മൃഗങ്ങളെയൊക്കെ കണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ. ആനയൊക്കെ ഇറങ്ങി വരെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അടിപൊളിയാണ്. ഇനി ബൈക്ക് റൈഡേഴ്സിനാണെങ്കിലും എല്ലാവർക്കും വൺ ടൈം എന്തായാലും വേണ്ട ഒരു സ്പോട്ടാണ്, റൂട്ടാണ്. ഇത് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മളുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ.